ഓ മാൻ, ഇത് എന്നെ ഭയങ്കര പിടിച്ചാ പടുത്ത് വെച്ചേക്കുന്നത്. എന്തായാലേ നേപ്പാളിലെ റെഡ് ബുൾ, പക്ഷെ ഇത് റെഡ് ടൈഗറാ കേട്ടോ. പറ്റിച്ചു. 175 രൂപയുള്ളൂ മിസ്റ്ററിന്, 220 കൊടുത്തിട്ട് വന്നേക്കുന്നു. അപ്പോൾ നമ്മളിത് വരുന്ന വഴിക്ക് ഇവിടെ ഒരു ചെക്കിങ് പിടിച്ചു കേട്ടോ. ഇത് എന്നാൽ ഇത് കൊള്ളാം, ലേക്ക് കൊള്ളാം അല്ലേ, സൗണ്ട് കേട്ടോ. നമ്മക്കെട്ടാണോ? അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഇറങ്ങിയപ്പോഴൊക്കെ ഒരു പമ്പ് കണ്ടു കേട്ടോ, അതായത് പെട്രോൾ ബങ്ക്. അവിടെ അതെന്നെ ചെറിയ ഇതാന്ന് പോയെന്നറിയാമോ, ചെറിയ ഒരെണ്ണം, ഒറ്റ 1-2 ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അവിടെ വന്ന് ഒരു ഷെഡ് പോലും ഇല്ല, ഒരു മൂലയ്ക്ക് ഒരു സൈഡിൽ ഇങ്ങനെ കടയൊക്കെ ഉള്ളതിൻ്റെ സൈഡിൽ ചുമ്മാ സാധാ ഒരു നമ്മുടെ നാട്ടിലൊക്കെ ഈ പെട്ടിക്കടയൊക്കെ വെക്കുന്ന പോലെ ചെറിയ ഒരെണ്ണം വെച്ചേക്കുന്നു. ഏതാണ്ട് 160 രൂപ എങ്ങാണ്ടാണ്, അതായത് നാട്ടിലെ 100 രൂപ അത്ര എങ്ങാണ്ടാവും കേട്ടോ. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതൊരു സെറ്റപ്പ് ഭയങ്കര പഴയ ആ ഒരു രീതിയിലുള്ള, ആകെ അതിൻ്റെ അകത്ത് നമ്മൾ എത്ര രൂപയ്ക്ക് അടിക്കുന്നു എന്ന് മാത്രം കാണാം, എത്ര ലിറ്റർ വന്നോ അങ്ങനെ ഒന്നും കാണത്തില്ല. ഞാൻ അവിടെ നിന്നപ്പോൾ ഒരു പുള്ളി 28 രൂപയ്ക്കൊക്കെ അടിച്ചിട്ട് പോകുന്നു. 28 നേപ്പാളിയാണോ എന്ന് തോന്നുന്നു. അതെങ്ങനെ എന്താ സംഭവം എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. 28 അവിടെ കാണിച്ചുള്ളൂ. അപ്പം നമ്മളിത് വരുന്ന വഴിക്കുള്ള ഈ ഒരു കാഴ്ച നിങ്ങൾ നോക്കിക്കേ, കറക്റ്റ് സൂര്യാസ്തമയമാണ്. ചുമ്മാ വേറെ ലെവൽ കേട്ടോ. നമ്മളിങ്ങനെ ഈ ഒരു വഴിയെ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഏതാണ്ട് 74 കിലോമീറ്റർ ഉണ്ട്. സമയം 5:15 ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെ താഴേക്കൊക്കെ ഉള്ളൊരു വ്യൂ ഉണ്ടല്ലോ, ചുമ്മാ മാരക സാധനം കേട്ടോ. താഴെ എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക ഒരു ആംബിയൻസാണ് കേട്ടോ താഴെ. നിങ്ങൾ നോക്കിയാൽ നമ്മൾ പോകുന്ന വഴിയാണിത്, കാണുന്നതെല്ലാം അങ്ങനെ ഒരു രസമൊക്കെ ഉണ്ട് കേട്ടോ. ഒരു രസമൊക്കെ ഉണ്ടെന്നല്ല, ഒരു രസമുണ്ട്, പൊളിയാ. യോ മാൻ, തോന്നിക്കേ സെറ്റല്ലേ. അതെ, സംഭവം ചുമ്മാ ആ വഴിയാ അതിൽ പോയേക്കുന്ന നോക്കി നിങ്ങൾ, എന്താല്ലേ. ഓഹോ, താഴേക്കൊക്കെ ഉള്ളൊരു കുഴിയൊക്കെ ഉണ്ടല്ലോ, അത് ചുമ്മാ സീനാ കേട്ടോ. എൻ്റെ ദൈവമേ, നിങ്ങൾക്ക് ഈ ഗോപ്രോയിൽ മനസ്സിലാകത്തില്ല ഈ കുഴിയുടെ ഒരു താഴ്ച. ജസ്റ്റ് ഞാൻ നോക്കട്ടെ കേട്ടോ, ഇവിടെ ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് നിർത്തി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവനിവിടെ ഇരുന്നോളും, സീനൊന്നുമില്ല. തൂയ്ക്ക് ജസ്റ്റ് വെയിറ്റേ, തൂയ്ക്ക്. ഓ മാൻ, എൻ്റെ പൊന്നോ, എന്നാ കുഴിയാന്ന്. ഇവിടെ എല്ലാം വേസ്റ്റ് ഇട്ടേക്ക് വേണം. തൂയ്ക്ക് ചുമ്മാ വേറെ ലെവല് കേട്ടോ. എന്നെ സീനാന്ന് നോക്കി, മൊത്തത്തിൽ കിടിലൻ. ശരിക്കും ഇതിൽ പോകാൻ തന്നെ വേറൊരു കിടിലനൊരു എക്സ്പീരിയൻസ് ആണ്. എന്ത് രസമാണെന്ന് നോക്കിയാൽ താഴേക്കൊക്കെ ഉള്ളൊരു കാഴ്ച. അയ്യോ, അവിടത്തെക്കാളും ഇവിടെ ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ. ഓ മാൻ, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം.
അപ്പോൾ നമ്മളിത് വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇത് നോക്കിക്കേ, ഈ ഒരു ബ്രിഡ്ജ് നമ്മളിപ്പോൾ അവിടെ നിന്ന് കണ്ടതാണ്. എൻ്റെ പൊന്നോ, ഇതെന്താ ഇതെന്തോരമാണെന്ന് നോക്കി. ഇത് എത്ര മീറ്ററാണെന്ന് അറിയത്തില്ലല്ലോ. തന്നെ തെറ്റാ കേട്ടോ എൻ്റെ മോന് വീടാടുന്നു. ഇത് എന്നെ ഭയങ്കര ബ്രിഡ്ജാ പടുത്ത് വെച്ചേക്കുന്നത്. ഇത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും സീൻ. ഊഫ് മാൻ, അവരും കൂടെ വരട്ടെ കേട്ടോ. ഇന്ത്യ കേരള പുള്ളി വന്നിട്ട് നമ്മളോട് അത്യാവശ്യം മറ്റേ ഒരു യൂട്യൂബർ വണ്ടി ഇവിടെ വന്നിട്ട് മറ്റേ ജാറ്റ് എന്ന് പറയുന്നത് പുള്ളിയുടെ പേര് അങ്ങനെയാണ്ടായി. ഒരു യൂട്യൂബറാട്ടോ, ഒരു നിഞ്ച H2 കൊണ്ടുവന്ന് ഇവിടെ ആക്സിഡൻ്റ് ഒക്കെ ആയി, ഒരാൾ മരിച്ചൊക്കെ പോയി. ആ സീനിനെ കുറിച്ച് പുള്ളി പറയുന്നത് കേട്ടോ. അത്രയും വലിയ വണ്ടിയും കൊണ്ടൊക്കെ വരുന്ന റിസ്ക്കാണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ. എന്തായാലും കൊള്ളാം. എന്തായാലും സാധനം നിങ്ങൾ നോക്കിയോയ്യോ. ഇതേ നമ്മുടെ ബ്രോസ് എല്ലാം വരുന്നു. സെറ്റ്. അയ്യോ, ഇത് ചുമ്മാ സീൻ കേട്ടോ. ഞാൻ അവിടെ നമ്മൾ വന്ന വഴിയാണത്. അവിടെ നിന്ന് നോക്കിയപ്പോൾ ഒരുമാതിരി എന്താ പറയുന്നത്, ഒരു കിട്ടില്ല ആംബിയൻസ്. ഒരു പാലം ഞാൻ ശ്രദ്ധിച്ചില്ല. അങ്ങനെ അതിൽ വന്ന് വഴി ഞാൻ ഈ ഒരു ഇത്രയും നമുക്ക് എന്തോ ഒരു സാധനം നൂല് പോലും ഇങ്ങനെ നിൽക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ കേട്ടോ ഇത്രയും വലിയ പാലമാണെന്ന് മനസ്സിലായി. എൻ്റെ ഓനെ ഇത് ശരിക്കും എന്തായാലും എങ്ങനെ ഇത് എനിക്കത് പറയാൻ പോലും പറ്റുന്നില്ല. പക്ഷെ ഇവിടെയൊക്കെ കുറച്ച് ലാൻഡ് സ്ലൈഡും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നോക്കിയേ, താഴെക്കൂടെ എല്ലാം നടക്കാനൊക്കെയുള്ള വഴിയുണ്ട് കേട്ടോ. ഇത് വലിയ അങ്ങനെ കീറി അങ്ങ് പോകാനൊക്കെയുള്ള വഴി. ഇത് ചുമ്മാ വേറെ ഒരു ലെവല് സാധനം കേട്ടോ. ഇതെന്ത് എന്ത് ദൂരമുണ്ട്? ഇതൊരു 1 കിലോമീറ്റർ കാണുമോ? ഒന്നൊന്നും അല്ലായിരിക്കുമല്ലേ? അയ്യോ എൻ്റെ മോനെ. നമുക്കെന്തായാലും അങ്ങ് അറ്റത്ത് പോകാം കേട്ടോ. അപ്പോൾ നമ്മളിത് അവിടെ നിന്ന് ഇത്രയും ദൂരം നടന്നു വന്നു കേട്ടോ. തൂങ്ങിക്കേ പഴയേക്ക്. ഇതുപോലെ തന്നെ ഇവിടെയും ഇതുണ്ടോ എന്തായാലേ. അവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയാം. ഈ ഒരു ഭാഗത്തൊരു ആൾ നിൽപ്പുണ്ട് കേട്ടോ. പുള്ളി അതിൽ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പോവാണ്. ഇതിലെല്ലാം ഓരോ വഴികളൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങോട്ടൊക്കെ വരാനുള്ള വഴി ഏതിലെയാണെന്ന് ഒരു പിടുത്തമില്ല. ഇത് അതിലെയൊക്കെ ഇങ്ങനെ ഉണ്ട്. പക്ഷെ അതൊക്കെ എവിടെയാന്ന് വെച്ച് വരാനാ. കൊള്ളാം കേട്ടോ, സംഭവം അടിപൊളിയാണ്. തൂങ്ങി ഇനിയിപ്പോൾ അത്രയും കൂടെ ഉള്ളൂ. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. അവിടെ പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. അവിടെ വരെ പോയിട്ട് തിരിച്ചു വരാനേ ഉള്ളൂ. ഇതാണിപ്പോൾ നമ്മൾ നിൽക്കുന്നതിൻ്റെ ആ ഒരു നടുക്ക് ഭാഗം. ഇതെല്ലാം ഇത് അവിടെ ആയിട്ട് വരും കേട്ടോ. തൂങ്ങിക്കേ സെറ്റല്ലേ, ചുമ്മാ വേറെ ലെവൽ കേട്ടോ. ഈ പാലം എന്നാലും അടിപൊളിയാണ്. ഗൈസ് നേപ്പാളിലെ റെഡ് ബുൾ, പക്ഷേ ഇത് റെഡ് ടൈഗറാണ് കേട്ടോ. 2 റെഡ് ടൈഗേഴ്സ്. അല്ല ഇത് റെഡ് ബ്ലൂ. ഞാൻ പറഞ്ഞ ഇതുണ്ടല്ലേ റെഡ് ടൈഗേഴ്സ്. റെഡ് ബുള്ളാണ് കേട്ടോ. ബാഡി. അപ്പോൾ ഇതാ കേട്ടോ സാധനം. ഓക്കെ, കറക്റ്റ് നമ്മുടെ ആ ഒരു റെഡ് ബുള്ളിൻ്റെ അതേ ഡിസൈൻ കാര്യങ്ങൾ. എനർജി ഡ്രിങ്ക് ഇത് കണ്ടോ, റെഡ് ബ്ലൂ 2 ടൈഗേഴ്സ് ബാഡി. ഇതിന് 270 നേപ്പാളി കേട്ടോ. അതായത് 175 രൂപ MRP. അത് കിടക്കുന്നു. നിങ്ങളെ പറ്റിച്ചു. 175 രൂപയേ ഉള്ളൂ മിസ്റ്റർ. ഇതിന് 220 കൊടുത്തിട്ട് വന്നേക്കുന്നു. എൻ്റെ അവൻ്റെ എവിടെ ചെന്നാലും ഇനിയും ഇതുപോലത്തെ പറ്റിരികൾ ഏറ്റുവാങ്ങാൻ താങ്കളുടെ ജീവിതം ബാക്കി. സെറ്റ് കേട്ടോ. അത് വെസ്പ. ഇപ്പം നമ്മളിപ്പം പോകുന്ന ഈ ഒരു റോഡ് നിങ്ങൾ നോക്കിയാൽ ഫുൾ ഓഫ് റോഡാണ്. ഓഫ് റോഡ് ബഡി വണ്ടിയൊക്കെ പുറകിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ജസ്റ്റ് വരുന്ന വഴിക്ക് വണ്ടി ഒന്ന് നിർത്തി ജസ്റ്റ് ശകലം ഫുഡൊക്കെ കഴിക്കാൻ ഒരു നൂഡിൽസും ഒരു കൊക്കക്കോള വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. കുടിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ പോക്കറൊക്കെ ഏതാണ്ട് 30 കിലോമീറ്റർ അടുത്തേ ഉള്ളൂ. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് ഫുള്ള് ഭയങ്കര ശോകമാണ്. എന്ന് വെച്ചാൽ കുറേ ഇടയൊന്നും പ്രശ്നമില്ല, പക്ഷെ കുറേ ഇട ഫുള്ള് സീനാണ്. പിന്നെ ബാക്കിയൊക്കെ ഓൾ ഗ്രേറ്റ്. തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ ഒരു 20 ഡിഗ്രി താഴെ ഉള്ളൂ കേട്ടോ. നമുക്കൊരു 30 കിലോമീറ്ററും കൂടെ. ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടില്ല, ഹോട്ടലൊക്കെ പോയിട്ട് വേണം നോക്കാനായിട്ട്. അപ്പോൾ ഓൺ ദ വേ ആണ് എല്ലാം, ബാക്കിയെല്ലാം സെറ്റ്.
അപ്പോൾ നമ്മളിത് വരുന്ന വഴിക്ക് ഇവിടെ ഒരു ചെക്കിങ് പിടിച്ചു കേട്ടോ. ഇത് നോർമലായിട്ടുള്ള ചെക്കിങ് ആണ്, പെർമിറ്റ് പോലെ നമ്മുടെ ഇവിടെ പെർമിറ്റും കാര്യങ്ങളൊക്കെ കാണിക്കാം. അപ്പോൾ നമ്മുടെ വേറൊരു കർണാടക വണ്ടി ഇതേ അവിടെ ഉണ്ട്. പുള്ളി അപ്പോൾ നമ്മുടെ അടുത്ത് വരും കേട്ടോ. ഓക്കെ, അപ്പം ലെറ്റ്സ് ഗോ. എന്തായാലും പുള്ളിയുടെ ലഗേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മളിത് ഇവിടെ പോക്ര വന്നിട്ടുണ്ട്. പോക്ര വന്ന് അപ്പോൾ നമ്മുടെ അടുത്ത് ഇതേ മറ്റേ ബ്രോയും ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നേരെ പോകുന്നത് എങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പോക്ര ലേക്കിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ റൂമും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണെന്ന് നമ്മളോട് ഇങ്ങനെ പറഞ്ഞു. അതായത് നേരത്തെ നമ്മൾ ഇതൊക്കെ കുടിക്കാൻ വേണ്ടി നിർത്തിയില്ലേ, ആ പുള്ളി വന്ന് കുഴി ചാടിയിട്ട് പോയത്. അപ്പോൾ ഇത് മറ്റേ മാഗിയൊക്കെ കഴിക്കാൻ വേണ്ടി നിർത്തിയെടുത്തു എന്ന് പുള്ളി പറഞ്ഞായിരുന്നു. അവിടെ ഒരു ഹോട്ടലുണ്ട്. പിന്നെ നമ്മൾ റൂംസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നേരെ അങ്ങോട്ട് പോകാനാണ് പ്ലാൻ. അവരെല്ലാം മാപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുവാണ്. അപ്പം പുള്ളി നമ്മുടെ കൂടെ വരുവാണ്. പുള്ളി സോളോ ആയിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ എല്ലാവരും കൂടെ നേരെ അങ്ങോട്ട് പോവാം. ലെറ്റ്സ് ഗോ ബോയ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള പോക്രയിലാട്ടോ. ബ്ലഡി ഡോഗ്സ്. ജസ്റ്റ് നമുക്ക് ഇതിലൊന്ന് കറങ്ങാം. ഒന്ന് ATM വരെ പോകുവാണ്. ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാം. അപ്പോൾ പട്ടീനെ വൈകി ഇങ്ങോട്ട് സിറ്റി തീർന്നെന്ന് തോന്നുന്നല്ലേ? കുഴപ്പമില്ല, അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നു. ഇതാ ലേക്ക് ഒന്നും കാണത്തില്ലായിരിക്കും നിങ്ങൾക്ക്. അത് വൈകി നമ്മുടെ മറ്റേ സാധനം. അയ്യോ, അതിൻ്റെ പേരെന്നായിരുന്നു? ആകാശത്തൊട്ടില് എന്നാന്ന് പറയുന്നത്? കരിഷ്വീലോ? റൈഡേഴ്സ് ആണല്ലോ. ഓ മൈ ഗോഡ്. ഇത് വേറെ കേട്ടോ. ഇതേത് സാധനം ഇത്? EXO? ഇല്ലല്ലോ. ക്രോസ് ഫയർ. എന്നാലും ഇത് കൊള്ളാം. ലേക്ക് കൊള്ളാം അല്ലേ? ലേക്ക് നോക്കിയാൽ എന്ത് രസമാണ്. അടിപൊളിയാണ്. ഗൈസ്, ഞങ്ങൾ പെട്ടുപോയി. നമ്മുടെ പേഴ്സൊന്നും എടുത്തില്ല കേട്ടോ. ATM കാർഡൊന്നും എടുത്തില്ല. എന്തല്ലേ നമ്മളൊരു സംഭവം തന്നെ. സൗണ്ട് കേട്ടോ. അപ്പം ദിസ് ഈസ് ദ പോക്ര മാൻ. ഫുൾ ഓണാണ് പോക്ര. ഫുൾ ഓണാണ് ഗൈസ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. പോക്ര ശരിക്കും പറഞ്ഞാൽ ഫുൾ ഓണാണ്. നമുക്ക് നാളെ ഒരു ദിവസം ചുമ്മാ ഇതിലേക്ക് ഒന്ന് ഇറങ്ങാം കേട്ടോ. അതെ, അതാന്ന് തോന്നുന്നു. ഇത് തന്നെ. ഒന്നോ വീണ്ടും വഴി മാറിപ്പോയി. എന്നെ പിടിച്ചിരി, പുറകെ പിടിച്ചിരിക്കാതെ. സൈക്കോ. ആദ്യമായിട്ടല്ലേ പുറകെ ഇരിക്കുന്നേ? എങ്ങനുണ്ട്? കൊള്ളാമോ? ബ്രേക്ക്. ഇതിന് കോർണർ ലൈറ്റ് ഉണ്ടോ? കൊള്ളാല്ലേ? പൊട്ടല് കൊള്ളാല്ലേ?
അടി ഇത് കൊള്ളാമല്ലോ. ഊപ്പർമേം ഹർ. വീലിയായി മാൻ കേട്ടോ, വീല് പൊങ്ങിന്ന് ഫ്രണ്ട്. പക്ഷെ ട്രാക്ഷൻ കൺട്രോൾ ആയതുകൊണ്ട് മാത്രം പൊങ്ങി വന്നില്ല. ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഇങ്ങനെയാണ്. അത് കൊള്ളായിരുന്നു. ഇൻസൈൻ അല്ലേ? അതെ, ഇതല്ലേ ATM പൂട്ടിയേക്കുവാണല്ലോ. അപ്പം ഇതേ കുറേ മാലാകന്മാർ. എന്താ ഇത്? ക്യൂ. അപ്പം ഇവിടെ നമ്മുടെ ATM നഹി വർക്കിംഗ് ഹോഗയ. ATM കണ്ടില്ല കേട്ടോ. നേപ്പാൾ SBI ATM. എന്താണ് ഇവിടെ നിന്ന് ATM എന്ന് പറഞ്ഞിട്ട്? ATM ഇല്ലല്ലോ. ഇങ്ങോട്ട് കൊടുക്കും മരേട്ടാ. കളിക്കുന്ന അവനൊക്കെ. നമ്മക്കെട്ടാണോ തോന്നുന്നു കേട്ടോ. പോക്കറ ഫുള്ള് ക്ലോസ് ആയി കേട്ടോ. എന്നാ പെട്ടെന്നാ. എന്തായാലും നാളെ നമുക്കൊരു എന്താ പറയുന്നത്, ഒന്നെങ്കിൽ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ ഇറങ്ങാം, ഇല്ലെങ്കിൽ നമുക്ക് വൈകുന്നേരം ഇറങ്ങാം. എന്താകും എങ്ങനെയാകുമെന്നൊന്നും ഒരു പിടുത്തമില്ല. എനിവേസ് ലെറ്റ്സ് സീ. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ അവിടെ എത്താറായി. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മളിതേ ഈ ഒരു ഹോട്ടലിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഹോട്ടലിലല്ല, ഒരു കഫേയിലാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ലൈം ടീ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഗൈസ്, നമ്മളിതേ നമ്മുടെ ഹോട്ടലിൽ വന്നിട്ടുണ്ട്. നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇതേ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ബൈക്കിൻ്റെ അകത്തും ഇരിപ്പുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ റൂമിലോട്ട് പോകാം കേട്ടോ. അത്യാവശ്യം സമയം നല്ല ലേറ്റ് ആയിട്ടുണ്ട്. ഒരു ഫ്ലാറ്റാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഫ്ലാറ്റ്. ഇത് അവിടെ ഒരാൾ ഇരിപ്പുണ്ട്. ഒരു റൂം ബാഡി. അപ്പോൾ ഇത് നമ്മുടെ റൂം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചണും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ ഓക്കെ, നമുക്ക് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുവാണ്. അതിൻ്റെ കൂടുതൽ ഇതാണ് നമ്മുടെ ബാത്റൂമും സംഭവങ്ങളൊക്കെ കേട്ടോ. അത്യാവശ്യം നല്ല നീറ്റ് ക്ലീനാണ്. എല്ലാം നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. അതിൻ്റെ അത് ഒത്തിരി കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇനി തൊട്ടാണ് നമ്മുടെ ഫുൾ വീഡിയോസും വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വരെയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ, ടാറ്റാ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.